നമസ്കാരം. വിസൈൻ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഒരുപാട് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് ഇതൊക്കെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമാണ്. നമുക്ക് ഓരോ മാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഓക്കെ, കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യനുകൾ കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. First one, the property of a conductor due to which it passes electric current is called. ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യിപ്പിക്കുന്ന പ്രോപ്പർട്ടി, ഒരു കണ്ടക്ടറിലെ പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ ഇൻഡക്റ്റൻസ്, ബി കപ്പാസിറ്റൻസ്, സി റിലക്റ്റൻസ്, ഡി കണ്ടക്റ്റൻസ്. ഒറ്റയടിക്ക് പറയാം അല്ലെ. ഓപ്ഷൻ ഡി കണ്ടക്റ്റൻസ്. Next question. Which of the following materials has negative temperature coefficient of resistance? നമ്മൾ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പം പോസിറ്റീവ് ആണെങ്കിൽ മെറ്റൽസിനും അലോയ്സിനും ആണ് ഉണ്ടാവുക. നെഗറ്റീവ് ആണെങ്കിൽ ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ, ഇലക്ട്രോലൈറ്റ്സ് ഇതിനായിരിക്കും നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഉണ്ടാവുക. അപ്പം ഈ ഓപ്ഷൻസ് നോക്കുമ്പോൾ എ ഗോൾഡ്, ബി ബ്രാസ്, സി കാർബൺ, ഡി മാംഗനിൻ. ഈ 4 ഓപ്ഷൻസ് നോക്കുമ്പോൾ NTC ഉള്ളത് ഏതിനാണ്? സെമി കണ്ടക്ടർ മെറ്റീരിയൽ നമുക്ക് കാണുന്നത് ഇവിടെ കാർബൺ ആണ്. അപ്പോൾ ഓപ്ഷൻ സി കാർബൺ. Third question. A rheostat differs from potentiometer in the respect that it ആൻസർ വരുന്നത് ഹാസ് ഹയർ വാട്ടേജ് റേറ്റിംഗ്. റിയോസ്റ്റാറ്റും പൊട്ടൻഷ്യോമീറ്ററും രണ്ടും വേരിയബിൾ റെസിസ്റ്റൻസിൽ വരുന്ന കാര്യങ്ങളാണ്. അതിന് ഡിഫറൻസ് കാണിക്കുന്നത് റിയോസ്റ്റാറ്റിനാണ് ഹയർ വാട്ടേജ് റേറ്റിംഗ്സ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് 1 കൂളം ചാർജ് ഈക്വൽസ് ടു ദ ചാർജ് ഓൺ. ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ എ 6.24 into 10⁻18 electrons. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 6.24 into 10⁻18 നമ്മൾ കണ്ടു. ചില ക്വസ്റ്റ്യൻസിൽ ചില ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ 625 into അതായത് 625 into 10⁻16 എന്ന് കാണാം. അപ്പം നമ്മൾ പവർ ശ്രദ്ധിക്കുക. പവർ ശ്രദ്ധിച്ചിട്ട് വേണം ഓപ്ഷൻസ് കൊടുക്കാൻ. ഓക്കെ, question number 5. An instrument which detects electric current flow is known as. Option A frequency meter, option B odometer, C galvanometer, D rheostat. Frequency meter അല്ല, odometer അല്ല, rheostat അല്ല. Option C galvanometer. Question 6. The resistance of the conductor varies inversely as. നമുക്കറിയാം റെസിസ്റ്ററിന്റെ ഇക്വേഷൻസ് എന്താണ്? R is equal to rho L by A അല്ലേ. ഇപ്പൊ റോ എന്ന് പറയുന്ന റെസിസ്റ്റിവിറ്റി, L എന്ന് പറയുന്നത് ലെങ്ത്, A ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് കണ്ടക്ടർ ആണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത് ഏരിയനെയാണ്. ഈ ഓപ്ഷൻസ് വരുമ്പോൾ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? ഏരിയനെ കണക്ട് ചെയ്യുന്നത് എന്താണ്? ഓപ്ഷൻ സി ഡയമീറ്റർ. ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. റെസിസ്റ്റിവിറ്റി മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്താണ്. റെസിസ്റ്റിവിറ്റി ഉണ്ട്, കോൺസ്റ്റന്റ് ആണ് അല്ലേ. ടെമ്പറേച്ചർ വെച്ചിട്ട് നോക്കുകയാണെങ്കിലും അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ ദി മെറ്റീരിയൽ അല്ലേ. കോഎഫിഷ്യന്റ് ഓഫ് ടെമ്പറേച്ചറും ബേസ് ചെയ്ത്. പിന്നെ ഉള്ളത് ഇൻവേഴ്സ്ലി എന്താ? ഏരിയയാണ്. ഏരിയ ഇസ് പ്രൊപ്പോർഷണൽ ടു ഡയമീറ്റർ അല്ലേ. Question number 7. A varistor act like. വാരിസ്റ്റർ എന്താണ്? വേരിയബിൾ റെസിസ്റ്റർ ആണെന്ന് നമുക്കറിയാം. അപ്പം ഇതിനകത്ത് നമുക്ക് വേരിയബിൾ എന്നുള്ളതൊരു ഓപ്ഷൻ കാണുന്നില്ല. ലീനിയർ റെസിസ്റ്റർ, കാർബൺ റെസിസ്റ്റർ, റെസിസ്റ്റർ വിത്ത് 0 ടെമ്പറേച്ചർ കോഎഫിഷ്യൻ. ഓപ്ഷൻ ഡി നോൺ ലീനിയർ റെസിസ്റ്റേഴ്സ്. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി നോൺ ലീനിയർ റെസിസ്റ്റേഴ്സ്.
Question number 8. Melting temperature of electrician's solder is. നമുക്കറിയാം ഇലക്ട്രീഷ്യൻസ് സോൾഡർ എന്ന് പറയുമ്പോൾ സോൾഡറിൽ വരുന്ന മെറ്റീരിയൽസ് ടിന്നും ലെഡും ആണ്. അതിൻ്റെ റേഷ്യോ ഇലക്ട്രീഷ്യൻ ബേസ്ഡ് റേഷ്യോ വരുമ്പോൾ 60:40 വരും, അല്ലെങ്കിൽ നോർമലി 63:37 ആണ് അല്ലേ? അപ്പം മെൽറ്റിംഗ് ടെമ്പറേച്ചർ വരുന്നത് ഓപ്ഷൻ ഡി 185°C. Next question number 9. Which of the following materials is good conductor of electricity? Good conductors. നമ്മൾ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ കുറച്ച് കണ്ടക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ മെറ്റീരിയൽസിൻ്റെ റെസിസ്റ്റിവിറ്റി ചാർട്ട് വെച്ചിട്ട് നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് പഠിച്ചു. ഏറ്റവും നല്ല കണ്ടക്ടർ സിൽവർ ആണ്, അത് കഴിഞ്ഞ് കോപ്പർ, ദെൻ ഗോൾഡ്, ദെൻ അലൂമിനിയം, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളതിൽ ഓപ്ഷൻസിലുള്ളതിൽ എ ഗോൾഡ്, ബി അയൺ, സി അലൂമിനിയം, ഡി കോപ്പർ എന്നിങ്ങനെയാണ്. അപ്പോൾ ഓർഡർ വരുമ്പോൾ ഈ ഓപ്ഷൻസ് ബേസ് ചെയ്ത് കോപ്പർ, ഗോൾഡ്, അലൂമിനിയം, അയൺ ഇങ്ങനെയാണ് എന്താണ് ഡിക്രീസിങ് ഓർഡർ വരുന്നത്. അപ്പം ഗുഡ് കണ്ടക്ടർ ഏതാണ്? ഓപ്ഷൻ ഡി കോപ്പർ. Maximum current carrying capacity of 1.5 mm square aluminum wire is. Option C 8 ampere. 11. Kirchhoff's law is applicable to. Option A AC circuits only. Option B DC circuits only. Option C passive network only. Option D both AC and DC circuits. നമുക്കറിയാം കിർച്ചോഫ് ലോ എന്ന് പറയുന്ന രണ്ട് ലോ ആണ്. ഫസ്റ്റ് ലോ എന്താണ്? കിർച്ചോഫ് കറണ്ട് ലോ ആണ്, അല്ലെങ്കിൽ പോയിന്റ് ലോ എന്ന് പറയും അല്ലേ? സമ്മേഷൻ ഓഫ് കറണ്ട് എൻട്രിങ് ആൻഡ് ലീവിങ് ഇസ് ഈക്വൽ ടു 0. അതേപോലെ രണ്ടാമത്തത് കിർച്ചോഫ് വോൾട്ടേജ് ലോ അല്ലെങ്കിൽ മെഷ് ലോ എന്ന് പറയും. ഓൾ IR ഡ്രോപ്സ്, സമ്മേഷൻ ഓഫ് ഓൾ IR ഡ്രോപ്സ് ഈക്വൽ ടു 0. അപ്പം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചൊരു കാര്യമാണ് കിർച്ചോഫ് ലോ എന്ന് പറയുന്നത്. AC സർക്യൂട്ട്സിലും DC സർക്യൂട്ട്സിലും അതുപോലെ തന്നെ ലീനിയർ ആൻഡ് നോൺ ലീനിയർ സർക്യൂട്ട്സിൽ ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ നമുക്ക് വരുന്നത് ഓപ്ഷൻ ഡി both AC and DC circuits. Question number 12. The circuit whose properties are same in either direction is known as. രണ്ട് ഡയറക്ഷനിലേക്കും സെയിം പ്രോപ്പർട്ടി കാണിക്കുക, രണ്ട് ഡയറക്ഷനിലേക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് യൂണി സർക്യൂട്ട്സ്, ബി ഇറവേഴ്സിബിൾ സർക്യൂട്ട്, സി ബൈലാറ്ററൽ സർക്യൂട്ട്, ഡി ഷോർട്ട് സർക്യൂട്ട്. അപ്പോൾ രണ്ട് ഡയറക്ഷനിലേക്കും എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ബൈലാറ്ററൽ സർക്യൂട്ട്. Question number 13. The capacity of a storage cell is expressed in. സ്റ്റോറേജ് സെല്ലിൻ്റെ കപ്പാസിറ്റി എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്? ആംപിയർ അവർ. ഇവിടെ നമുക്ക് ഓപ്ഷൻ എ ആംപിയർ, അത് കറണ്ട് ആണെന്നറിയാം. ഫാരഡ് കപ്പാസിറ്റൻസ് ആണെന്നറിയാം. പിന്നുള്ളത് ഓപ്ഷൻ സി ആംപിയർ അവർ. ഓക്കെ. Which of the following act as depolarizer in Leclanché cell? ലെക്ലാൻഷ്യ സെൽ എന്ന് പറയുന്നത് നമുക്കറിയാം പ്രൈമറി സെല്ലാണ്, ഇതൊരു ഡ്രൈ സെല്ലാണ്. വോൾട്ടേജ് 1.5 വോൾട്ടാണ് ഇതിൻ്റെ വോൾട്ടേജ് വരുന്നത്. ആനോഡ് വരുന്നത് കാർബൺ റോഡ് ഓർ പ്ലേറ്റ് ആണ്. കാഥോഡ് ആകുമ്പോൾ സിങ്ക് പ്ലേറ്റ് ആണ്. ഇലക്ട്രോലൈറ്റ് ആകുമ്പോഴോ ഒരു പേസ്റ്റ് ആണ്, NH4Cl, അതായത് അമോണിയം ക്ലോറൈഡ് ഒരു പേസ്റ്റ് ആണ്. വിത്ത് MnO2 ആണ് നമ്മൾ ഡീപോളറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഡീപോളറൈസറിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബബിൾസ് ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അക്യുമുലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡീപോളറൈസേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഈ MnO2 മാംഗനീസ് ഡയോക്സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു പേസ്ചറിനെ എപ്പോഴും മോയിസ്റ്റ് ചെയ്ത് വെക്കും. അപ്പം മോയിസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ ഇതിനകത്ത് അയോൺസിൻ്റെ മൊബിലിറ്റി കൂടുകയാണ്. അപ്പം നമുക്ക് എന്താണ് സെൽ ആക്ഷൻ നന്നായിട്ട് നടക്കും. ഓക്കെ. Question number 15. Why constant wire is used to make standard resistors? ഓക്കെ, കോൺസ്റ്റാൻറ്റ് വയർ എന്തിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഇത് ആ വയറിൻ്റെ, അതായത് ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്.
Next question 16. The capacity of a storage cell is 2.5 ampere hour. What is the maximum current that can supply for half hour? നമുക്കറിയാം സ്റ്റോറേജ് സെല്ലിലെ കപ്പാസിറ്റി എന്ന് പറയുന്നതിന്റെ ചാർജ് ആണ് അല്ലേ? എത്ര ചാർജ് ചെയ്യാൻ പറ്റും? അപ്പൊ നമുക്കറിയാം ചാർജ് എന്ന് പറയുന്നത് കറണ്ട് ഇൻറ്റു ടൈം ആണ്. അപ്പൊ ഇതിന്റെ കപ്പാസിറ്റി എത്രയാണ്? 2.5 ആംപിയർ അവർ ആണ്. അപ്പം അത് ഈക്വൽ ടു I ഇൻറ്റു ടി എന്നാണ്. അപ്പൊ നമുക്കറിയാം ടി ഹാഫ് അവർ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ചാർജ് എത്ര വരും? സോറി, കറണ്ട് മാക്സിമം കറണ്ട് എത്ര വരും? 2.5 ഇൻറ്റു 2 5 ആംപിയേഴ്സ് വരും. അപ്പൊ ഓപ്ഷൻ ഡി 5 ആംപിയർ. Question number 17. Sedimentation in lead acid battery occurs due to. lead acid battery നമുക്കറിയാം സെക്കൻഡറി ബാറ്റിംഗ് ആണ് അല്ലെ, ബാറ്ററി ആണ്. അതിൽ സെഡിമെന്റേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഓപ്ഷൻ എ ഓവർ ചാർജിങ് അറ്റ് ഹൈ റേറ്റ്. Okay. Then question number 18. The capacitance of a capacitor is not affected by. നമുക്കറിയാം കപ്പാസിറ്റൻസ് എന്നുള്ള ടേം എന്ന് പറയുന്നത് എപ്സിലോൺ 0 എ ബൈ ഡി ആണ്. എപ്സിലോൺ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി അല്ലെ, അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. എ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി കണ്ടക്ടിങ് പ്ലേറ്റ് അല്ലെ. ദെൻ ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്. അപ്പോൾ ഇതിൽ ഏതാണ് എഫക്ട് ചെയ്യാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ഓപ്ഷൻ എ തിക്നെസ് ഓഫ് ദി പ്ലേറ്റ്, ഓപ്ഷൻ ബി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ്, ഓപ്ഷൻ സി ഏരിയ ഓഫ് പ്ലേറ്റ്സ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഓപ്ഷൻ ബിയും ഡിയും ഓപ്ഷൻ ബിയും സിയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സും ഏരിയ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ എ തിക്നെസ്, ഓപ്ഷൻ എ തിക്നെസ് ഓഫ് ദി plates. 19. According to Lenz's law, the direction of induced current always. Lenz's law എന്താണെന്ന് നമുക്കറിയാലോ. എന്താണ് ലെൻസസ് ലോ? ലെൻസസ് ലോ പറയുന്നത് പിന്നെ എന്താണ്? ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതായത് ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുമ്പോഴേക്കും ഒരു ബാക്ക് EMF അല്ലെ ഇൻഡ്യൂസ് ചെയ്യും അല്ലെ. ഒരു കോയിൽ പ്ലേസ് ചെയ്യുമ്പോൾ ബാക്ക് EMF ഇൻഡ്യൂസ് ചെയ്യും. ആ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്തിന് ഓപ്പോസിറ്റ് ആണ്? അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിന് ഡയറക്ഷന് ഓപ്പോസിറ്റ് ആണ് അല്ലെ. അതാണ് ആ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടിന്റെ ഡയറക്ഷനെയാണ് എന്ത് പറയുന്നത്? ലെൻസസ് ലോ പറയുന്നത്. അപ്പം ഓപ്പോസിറ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ നമുക്ക് ഏത് വരും? ഓപ്ഷൻ ബി opposes the cause. Question number 20. Electrochemical equivalent is usually expressed in. ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ milligrams per coulomb. Okay. Next question. Magnets are made of low retentivity but high permeability materials are called. ലോ റിട്ടൻറ്റിവിറ്റി ആണ് പക്ഷെ ഹൈ പെർമിബിലിറ്റി ആണ്. അപ്പൊ ഏതാണ് നമുക്ക് അങ്ങനെ വരുന്നത്? ആൻസർ ഓപ്ഷൻ സി ഇലക്ട്രോ മാഗ്നറ്റ്സ്. ഓക്കെ, ഹൈ പെർമിയബിലിറ്റി വേണം താനും ലോ റിട്ടൻറ്റിവിറ്റി. ഇപ്പൊ പെർമനന്റ് മാഗ്നറ്റ്സ് ആണെങ്കിൽ റിട്ടൻറ്റിവിറ്റി ഉണ്ടാവോ? ഇല്ല. പക്ഷെ ചെറിയ റിട്ടൻറ്റിവിറ്റി വേണം അല്ലെ. വീക്ക് ആണെങ്കിൽ എന്തായാലും ഹൈ പെർമിയബിലിറ്റി ഇല്ല. അപ്പം പിന്നെ ഓപ്ഷൻസ് വരുന്ന ഏതാ? ഓപ്ഷൻ സി ഇലക്ട്രോ മാഗ്നറ്റ്സ്. Then question number 22. The diamagnetic material has relative permeability. Answer option A less than 1. The unit of magnetomotive force MMF എന്ന് പറയുന്നത് ഏതാണ്? ശരിക്കും നമുക്ക് ഓപ്ഷൻസ് വരേണ്ടത് ആംബിയർ ടേൺസ് ആണ് കേട്ടോ. ആംബിയർ ടേൺസ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇഷ്യൂ ഉണ്ട്. നമുക്ക്
വരേണ്ട ആൻസർ ആംബിയർ ടേൺസ് ആണ്. ഓർക്കുക, MMF ആംബിയർ ടേൺസ്. NI എന്ന ഇക്വേഷൻ വരും. ഓക്കെ, നെക്സ്റ്റ് 24. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ. എന്താണ് ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ? ഏതാണ്? ഒബ്വിയസ്ലി ഇൻഡക്ഷൻ. Okay. Question number 25. Magnetic field exists around. ഏതാണ്? ഓപ്ഷൻ ഡി, മൂവിങ് ചാർജസ്. Next question. Fleming's left hand rule is used to find. ഇവിടെ നമുക്ക് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി, ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഓൺ എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ ഫ്ലെമിങ്സ് റൂളിൽ 2 ടൈപ്പ് കേൾക്കുന്നുണ്ട്. ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് റൂളും റൈറ്റ് ഹാൻഡ് റൂളും കേൾക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഓർക്കാൻ വേണ്ടി പറയാണ്, ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ ഇലക്ട്രിക് മോട്ടോഴ്സിലാണ് പറയുന്നത്, റൈറ്റ് ഹാൻഡ് റൂൾ ജനറേറ്റേഴ്സിലാണ്. അതായത് ഇലക്ട്രിക് മോട്ടോഴ്സിൽ നമുക്ക് ജസ്റ്റ് ഒരു മോഷൻ ക്രിയേറ്റ് ചെയ്താൽ മതി. അതേസമയത്ത് റൈറ്റ് ഹാൻഡ് റൂൾ ജനറേറ്റേഴ്സിൽ നമുക്കൊരു കറണ്ട് ആണ് ജനറേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് റൂളിനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എങ്ങനെയാണെന്നുള്ളതാണ് അല്ലെ നമുക്ക് കണ്ടുപിടിക്കുന്നത് ഇതിന്റെ കൂടെ. നെക്സ്റ്റ്, സസെപ്റ്റബിലിറ്റി ഇസ് പോസിറ്റീവ് ഫോർ ആൻസർ എ, ferromagnetic materials. 28. The unit of capacitance is. The unit of capacitance is. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് നമുക്ക് ഫാരഡ് എന്ന് പഠിച്ചിട്ടുണ്ട്. അത് കൂടാതെ Q/V എന്നുള്ള രീതിയിൽ കൂളംസ് പെർ വോൾട്ട്. Next, internal resistance of a cell is due to. Option A, electrode resistance. Option B, resistance of electrolyte. Option C, surface contact resistance between electrons and electrolyte. Option D, all of this. നമുക്കിവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, all of the above. When two resistors are connected in series, they have. സീരീസ് കണക്ഷൻ ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, സീരീസ് കണക്ഷൻ ആണെങ്കിൽ നമുക്ക് എന്താണ്, സെയിം കറണ്ടും ഡിഫറെന്റ് വോൾട്ടേജും ആണ്. നമുക്കിവിടെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഡി, സെയിം കറന്റ് പാസിംഗ് ത്രൂ ദം. ഓക്കെ, നെക്സ്റ്റ്, സ്കിൻ എഫക്ട് occurs when a conductor carries current at dash frequency. ഏതാണ്? ഹൈ ഫ്രീക്വൻസി. ഓക്കെ, നെക്സ്റ്റ്, the power factor of the following circuit will be unity. പവർ ഫാക്ടർ യൂണിറ്റി വരുന്ന സർക്യൂട്ട് ഏതാണ്? റെസിസ്റ്റീവ് സർക്യൂട്ട്. നെക്സ്റ്റ്, ഫോം ഫാക്ടർ ഫോർ എ സൈൻ വേവ്. ഫോം ഫാക്ടർ ഫോർ എ സൈൻ വേവ് ഏതാണ്? ഓപ്ഷൻ ബി, 1.11. In a series RLC circuit on resonance condition. റെസണൻസ് കണ്ടീഷനിൽ RLC സർക്യൂട്ടിൽ സീരീസ് റെസണൻസ് കണ്ടീഷനിൽ വരുമ്പോൾ നമുക്ക് ഓപ്ഷൻ വരുന്നത് XL is equal to XC അല്ലെ. XL equal to XC ആകുമ്പോൾ ഇമ്പിഡൻസ് റെസിസ്റ്റൻസ് മാത്രമാണ്. അപ്പൊ ഇമ്പിഡൻസ് മിനിമം ആയിരിക്കും, കറണ്ട് മാക്സിമം ആയിരിക്കും, പവർ ഫാക്ടർ യൂണിറ്റി ആയിരിക്കും. ഇതൊക്കെയാണ് നമ്മൾ സീരീസ് RLCയിൽ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെ. നെക്സ്റ്റ്, റിലേസ് യൂസ്ഡ് ഇൻ ലോങ് ട്രാൻസ്മിഷൻ ലൈൻസ് is option B, Morse relay. Which among the following properties has got a higher for aluminum in comparison to that of copper? ഏത് പ്രോപ്പർട്ടിയാണ് കോപ്പറിനെക്കാളും അലൂമിനിയത്തിന് കൂടുതലുള്ളത്? കോപ്പർ കണ്ടക്ടിവിറ്റി കൂടുതലാണ് അല്ലെ, കണ്ടക്ടിവിറ്റി കുറവാണ് അലൂമിനിയത്തിന്. അപ്പോൾ നേരെ ഏതാണ് വരുന്നത്? ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി. The force producing movement of the pointer in an indicating instrument is called. Indicating instruments പോയിന്ററിനെ മൂവ് ചെയ്യിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോഴ്സ് ഏതാണ്? ഡാമ്പിംഗ് ഫോഴ്സ്. നെക്സ്റ്റ്, an instrument using gravity control will read correctly if used in.
ഗ്രാവിറ്റി കൺട്രോൾ കറക്റ്റ്ലി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് എങ്ങനെ വെക്കണം? വെർട്ടിക്കൽ പൊസിഷനിലാണത് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്, ദ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഓഫ് മൂവിംഗ് അയൺ അട്രാക്ഷൻ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഈസ്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, മൂവിംഗ് അയൺ ടൈപ്പിലെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ശരിക്കും കറണ്ടിന് സ്ക്വയറിനാണ് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി കറണ്ട്. The no load current of a transformer in terms of the full load current is usually. ഫുൾ ലോഡ് കറണ്ട് എത്ര പെർസെൻറ്റേജ് ആണ് നോ ലോഡ് കറണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻ വരുന്നത്, ആൻസർ വരുന്നത് 5 to 9%. The purpose of oil in the transformer is to insulate and cool. Buchholz law is a protective device used in. ഏതാണ്? നമുക്ക് ട്രാൻസ്ഫോമറിലാണ് സാധാരണ യൂസ് ചെയ്യുന്നത് അല്ലേ? ബുച്ചോൾസ് ലേ ഓയിൽ ടൈപ്പ് റിലേ ആണ്. അപ്പൊ നമുക്ക് പവർ ട്രാൻസ്ഫോമർ ആണ് ആൻസർ കീ വന്നിട്ടുള്ളത്. ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ ക്യാൻ ബി യൂസ്ഡ് ഓൺ. ഡൈനാമോമീറ്റർ, ഓക്കെ, ഡൈനാമോ ഡൈനാമിക് ആണ്. അപ്പൊ ബോത്ത് AC ആൻഡ് DC. ഓക്കെ, the specification of ceiling fan is. സീലിംഗ് ഫാനിന്റെ സ്പെസിഫിക്കേഷൻ എന്താണ്? എന്താണ് വരുന്നത്? നമ്മൾ സാധാരണ ഫാനിന്റെ കറണ്ട്, വോൾട്ടേജ്, പവർ റേറ്റിംഗ് ആണോ പറയുന്നത്? ഏതാണ് പറയുന്നത്? ഓപ്ഷൻ സി സ്വീപ്പ്. സ്വീപ്പ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, വിച്ച് എലമെന്റ് is used as a semiconductor material? നമുക്കിനകത്ത് നോക്കാം അല്ലെ. ഓപ്ഷൻ ഡി സിലിക്കൺ. The main characteristics of any diode is. ഡയോഡ് എന്താ? യൂണിലാറ്ററൽ ആണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ. ഇറ്റ് ലെറ്റ്സ് കറണ്ട് ഫ്ലോ ഇൻ ഓൺലി വൺ ഡയറക്ഷൻ. NPN transistors are preferred to PNP transistor for. എന്തുകൊണ്ടാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്? ഹയർ സ്വിച്ചിങ് സ്പീഡ് ആയതുകൊണ്ട്. The number of depletion layers in a transistor. എത്ര ഡിപ്ലീഷൻ ലെയർ ഉണ്ട്? എത്ര ജംഗ്ഷൻ ഉണ്ട്? 2 ജംഗ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് 2 ഡിപ്ലീഷൻ ലെയേഴ്സ് ആണ് ഉണ്ടാവുന്നത്. The material used in an oven as heating element. ഹീറ്റിംഗ് എലമെന്റ് ആയിട്ട് ഓവനിൽ യൂസ് ചെയ്യുന്നത് നിക്രോം. Which motor is generally used for domestic washing machine? വാഷിംഗ് മെഷീനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് മോട്ടർ എന്ന് പറയുന്നത് കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടർ. ഓക്കെ, ആൻഡ് ഓമീറ്റർ ഇസ് യൂസ്ഡ് ഫോർ മെഷറിംഗ്. എന്തിനാണ് ഓമീറ്റർ യൂസ് ചെയ്യുന്നത്? റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ അല്ലേ. അപ്പൊ നമുക്ക് ഏകദേശം നമ്മളിപ്പോ ഒരു 50ഓളം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും നന്നായിട്ട് നോക്കുക. നമുക്ക് ഓരോ മാർക്കും ഇമ്പോർട്ടന്റ് ആണ്. 50ഓളം ക്വസ്റ്റ്യൻസ് ഞാനിപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വരുന്ന എക്സാംസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നന്നായിട്ട് എക്സാം എഴുതാനുള്ള കാര്യങ്ങളെല്ലാം നോക്കുക.